ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര കടലുണ്ടി പക്ഷി സങ്കേതത്തിലേക്കാണ്. മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയിലായിട്ട് കടലുണ്ടി പുഴ അറബിക്കടലിൽ പതിക്കുന്ന ഒരു അഴിമുഖ പ്രദേശമുണ്ട്. അവിടെ കാണുന്ന ചെറു ദ്വീപുകളിലാണ് ഈ കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ദേശാടന പക്ഷികളുടെ പറുദീസയായ ഈ പ്രദേശം പ്രകൃതി സ്നേഹികളുടെയും പക്ഷി നിരീക്ഷകരുടെയും ഒരു പ്രധാന സന്ദർശന കേന്ദ്രമാണ്. ഇവിടെ 100-ലധികം ഇനം തദ്ദേശീയ പക്ഷികളെയും 60-ലധികം ഇനം ദേശാടന പക്ഷികളെയും കാണാൻ സാധിക്കും. സൈബീരിയ, മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ കഠിനമായ തണുപ്പിൽ നിന്നും രക്ഷ നേടാനാണ് ദേശാടന പക്ഷികൾ ഇവിടെ എത്തുന്നത്. കടലുണ്ടി ആള, കറുപ്പ് തലയൻ കടൽക്കാക്ക, ചോരക്കിളി, പച്ചക്കാലി, പുഴ ആള, മലബാർ മലമുഴക്കി വേഴാമ്പലുകൾ, മരംകൊത്തികൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. പക്ഷികൾക്ക് പുറമെ നീർക്കുതിരകൾ, ആമകൾ, പലതരം ഞണ്ടുകൾ, മത്സ്യങ്ങൾ, കുറുക്കന്മാർ എന്നിവയുടെയും ആവാസകേന്ദ്രമാണിത്. ഈ തണ്ണീർത്തടങ്ങളിൽ വിപുലമായ കണ്ടൽക്കാടുകളുണ്ട്. കുറ്റിക്കണ്ടൽ, ഉപ്പട്ടി, കണ്ണാമ്പൊട്ടി, നക്ഷത്രക്കണ്ടൽ തുടങ്ങിയ വിവിധ ഇനം കണ്ടൽ ചെടികൾ ഇവിടെ വളരുന്നുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് കടലുണ്ടിയിലെ വള്ളിക്കുന്ന് എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ്. ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോവുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ പക്ഷി സങ്കേതത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഈ പക്ഷികളൊക്കെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ന് കളക്ടർ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചേക്കാണ് കോഴിക്കോട് ജില്ലയിൽ. അതുകൊണ്ട് ഇന്ന് ബോട്ടിംഗ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വന്നത് വെറുതെ ആയി തന്നെ പറയേണ്ടി വരും. ഇവിടത്തോളം വരെ വന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഒരു ഭാഗം, ഇപ്പോൾ ആ കാണുന്നത് കടലുണ്ടി റെയിൽ പാലാണ്. പണ്ട് ഒരു കടലുണ്ടി ട്രെയിൻ അപകടമൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ അവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ പരിസരവാസികളെല്ലാം ഈ പുഴയിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ തോണിയൊക്കെ ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഈ വല വീശിയാണ് മീനുകളൊക്കെ പിടിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇനി ബോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ നിന്ന് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഗാലയ ഇൻ്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.